രാവിലെ അമ്പലത്തിൽ പോയിനി, പ്രാർത്ഥിച്ചിനി. ഒരേൽ ഭാര്യയോടും അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടാ പോകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓ, എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. നീ മുമ്പിലേക്ക് നോക്കിട്ട് തന്നെ ഓടിക്കണേ. എനിക്ക് പറ്റും പോലെ ആ നോക്കും സത്യേട്ടാ. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ശരിയാ, പോയിട്ട് വരാം. ധൈര്യമായിട്ട് പോ. കാണാട്ടോ പറയല്ലേടാ. ചെറിയച്ചേ ഇന്റർവ്യൂവിന് പോയല്ലേ, പിന്നെന്തിനിങ്ങനെ വിഷമിക്കുന്നേ? എടാ അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. എന്നാലും പറമ്മേ. എടാ മോനെ, അവര് പോയതേ കാറിലല്ലേ. കാറ് പോണത് എങ്ങനെയാ? ദേശീയപാതയിൽ കൂടിയല്ലേ. ഏതാണ്ട് 10-70 കിലോമീറ്റർ പോണം അവർക്ക്. ഇപ്പൊ ഈ ദേശീയപാതയൊക്കെ ഇടിഞ്ഞു വീഴണു, റോഡ് ഇടിഞ്ഞ് മേത്തേക്ക് വീഴണു എന്നൊക്കെ വാർത്ത വരല്ലേ. അപ്പൊ ഇനി പോണ വഴി വല്ല റോഡും ഇടിഞ്ഞ് അവരുടെ മേത്ത് വീഴുവോ, കാറിന്റെ മേത്ത്? ഇല്ല, അങ്ങനെയൊക്കെ ഓർത്ത് പേടിച്ചിട്ടാണ്. സമാധാനം ഇല്ലല്ലോ. എവിടെ? ഹലോ, ആ ചെറിയച്ച, സത്യേട്ട ഇവിടെ ഉണ്ട്. ആ ഫോൺ എന്തോ ഓഫാണെന്ന് തോന്നണ. ഫോൺ ഓഫാണോ? ഇല്ല, ഞാൻ പറയാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ശരി. അതെ, മന്മഥൻ ചെറിയച്ച നാളെ അങ്ങോട്ട് വരണുണ്ട്. നാളെയോ? വരികയാണെങ്കിൽ ഇനി മന്മഥൻ ചെറിയച്ച എന്നെ വഴിയില് എന്തേലും പ്രശ്നം ഉണ്ടാവോ? ഇല്ല, അവർക്ക് ദേശീയപാത വഴി വരണ്ടല്ലോ. അവർക്ക് വേറെ സൈഡിലെ റോഡിന് കയറി വരാം. അല്ല, എന്നാലും ഇടയ്ക്ക് കയറണ്ടേ? എന്നാലും ഇടയ്ക്ക് കയറണം. ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് വിളിച്ചിട്ട് പറ. ഏതാണ്ട് പുതുക്കി പണിയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ റോഡിന്റെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറ. പുതുക്കി പണിതിട്ടൊക്കെ എന്ന് വരാനാണ്? അവരിങ്ങടെ എത്തിലൊക്കെ വലിയ പാടായിരിക്കും. അവര് വരാണെങ്കിൽ വരട്ടെ. ഇപ്പൊ വരാനുള്ളത് വഴി തെങ്ങൊന്നുമില്ലല്ലോ. ഒന്ന് അവനെ വിളിക്കണോ? ആരെ? വ്യാരീനെ. വ്യാരിയെ, എവിടെ എത്തിയടാ? ദേശീയപാത കേറിയോ? കേറിയോ? കേറി. സൂക്ഷിച്ചൊക്കെ പോണേടാ. ശരി. ഓ, വരാതിരുന്നാ മതി. അതാണ് പറഞ്ഞ മൊയ്ത് ഒരു വാക്ക് പറഞ്ഞ വാക്കാ. അപ്പൊ സംഭവം കിട്ടിയോ നിങ്ങൾക്ക്? പാസ്സായില്ലേ? നന്ദിയൊക്കെ കാണിക്കട്ടെ ഇലക്ഷൻ വരുമ്പോഴാ കേട്ടോ. ശരി എന്നാൽ.
രാഘവേട്ടാ നമ്മളെ പ്രഭാകരൻ ആ ലോണ് ശരിയായി കൊടുത്തു ഞാൻ. ശരിയാ വലിയ ഉപകാരമായി കേട്ടോ. 1,70,000 റുപ്യ. അതല്ലേ വല്ലാതെ വിഷമത്തിലാണ്. കാര്യങ്ങൾ നടക്കട്ടെ എന്ന്. അതെ, അതെ. നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതെ 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 ഇതും ചെയ്യാത്ത ആൾക്കാർ വലിയ കാര്യം. അതെ രാഘവട്ടെ അറത്തിട്ടുണ്ടാവും, നല്ല അറവ് പലിശ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ആർക്കും പലിശയൊക്കെ കൊടുക്കേണ്ടി വരും. അത് അത്യാവശ്യത്തിന് അത് കിട്ടിയ വലിയ കാര്യല്ലേ. കേന്ദ്രത്തിന് എന്തെല്ലാം ആനുകൂല്യം ഉണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയില്ല, പത്രത്തിൽ ഒരാൾ മിണ്ടൂല, ചിലര് മിണ്ടാണ്ട് മേണിക്കും. ഈ ആനുകൂല്യം മുക്കിക്കളയും. രാഘവട്ടെ നിങ്ങൾക്ക് അറിവില്ലായ്മയെന്ന്. ഇത് ഒരു പത്രം മാത്രം മേണിക്കും, 10 പത്രം മേണിക്കും, 10 പത്രം ഒന്നിച്ച് വായിക്കും. സുബേര, ഞാൻ രാഘവേട്ടന്റെ പീഡിയലുണ്ട്, ഇങ്ങോട്ട് പോര് കേട്ടോ. രാവട്ടാ അല്ല ആണി നിറച്ചതാ. ഒരേ വീട്ടിൽ ഇത്തിരി പണി നടന്നല്ല, അപ്പൊ കൊറേ കമ്പിക്കേഷനും അതും ഇതൊക്കെ കിടന്നു വെച്ച് ഞാൻ അറിയാതെ കയറി ചവിട്ടി തറച്ച് ടി ടി അടിച്ചോണ്ട് ടി അടിച്ച്. പക്ഷെ അത് അങ്ങോട്ട് പൊറുക്കണില്ല. ഇന്റർവ്യൂക്ക് പോയിട്ട് എന്തായി? ഓ അത് ആകെ ഇടങ്ങേറായി പോയി രാവേട്ടാ. കാലിന് വയ്യാത്തോണ്ട് ഞാൻ ടാക്സി വിളിച്ചാണല്ലോ പോയത്. ഇപ്പൊ നമ്മുടെ പുതിയ സർവീസ് റോഡിൽ കൂടിയാണ് യാത്ര വടക്കോട്ടൊക്കെ. അപ്പൊ റോഡ് പൂർത്തീകരിച്ച് കിടക്കണേന്ന് ഓർത്താണ് ഞാൻ ടാക്സി വിളിച്ചത്. പക്ഷെ ഈ ഹൈവേയുടെ അവിടെ ഇവിടെയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് ഒരു നോക്കത്താ പൊക്കത്തില് കല്ലടിക്കും മണ്ണും ഒക്കെ നികത്തി ടാർ ചെയ്ത് വെച്ചേക്കണത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കണേ. ഓരോ സ്ഥലത്തും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് നമ്മള് വിമാനത്തിലൊക്കെ യാത്ര ചെയ്യൂലേ, ദൈവമേ ഒന്ന് എങ്ങനെയെങ്കിലും ഭൂമിയിലോട്ട് ലാൻഡ് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവൂലേ, അതുപോലെ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് കാറിലിരുന്നത്. ഈ ടെൻഷനും കൊണ്ട് അവിടെ ചെന്നിട്ട് അവര് ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടിയും പറയാൻ പറ്റിയില്ല. ആകെ വെപ്രാളം. അല്ല റോഡ് എങ്ങനെ പൊളിയാണ്ടെക്കും? കേന്ദ്രം എല്ലാം ഉണ്ടാക്കിയത് അതായത് കേന്ദ്രം എന്തു പറയുമ്പോ കേന്ദ്രം നിങ്ങളെ മന്ത്രി ഉണ്ടല്ലോ, പുതിയ NH-ന്റെ മഹത്വം പറഞ്ഞ് ഇത് മന്ത്രിമാരുടെ ഇച്ഛാശക്തിയാണെന്നൊക്കെ പറഞ്ഞ് ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്ത് അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോ അതെല്ലാം പൊട്ട ഇത് കേന്ദ്രം എന്നെ കൊണ്ട് പറയിപ്പിക്കണം. നാണും മാനും ഉൾപ്പും സംഭവം കേന്ദ്രം അല്ലാണ്ട് സംസ്ഥാനത്തിന് ഇതിനകത്ത് പൈസ ഇടണ്ടോ? അതെ, രണ്ടാള് നിർത്തിക്കോ. കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ ഒരു ഗുണമേന്മ നിങ്ങൾ പറയണ്ട. ഈ രാജ്യത്തുണ്ടാകുന്ന വികസനങ്ങളെ ഞാനും എന്നെ പോലുള്ള ജനങ്ങളും സാധാരണ ജനങ്ങളും നികുതി കൊടുത്തിട്ടാണ് ഇവിടെ ഹൈവേ റോഡും ഒക്കെ ഉണ്ടാകണം. ഈ ഹൈവേ NH-ന്റെ നികുതി നീ കൊടുക്കുന്നുണ്ടാ? എടാ NH-നാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി നികുതി കൊടുത്തിട്ടില്ല. ഞാൻ ഇട്ടേക്കണ ഈ ഷർട്ട്, ഞാൻ ഇവിടുത്തെ മുണ്ട്, എന്റെ വാച്ച്, എന്റെ മൊബൈൽ ഫോൺ, ഞാൻ കഴിക്കണ ഭക്ഷണം, ഇതിനൊക്കെ 18% വെച്ച് നികുതി കൊടുത്തിട്ടാണ് ഈ രാജ്യത്ത് ജനങ്ങൾ ജീവിക്കണ. ആ നികുതി പണത്തിൽ നിന്നാണ് ഇവിടെ വികസനം ഉണ്ടാകണ. ഏത് രാജ്യത്തും നികുതി പണം കൊണ്ട് തന്നെ വികസനം ഉണ്ടാക്കണത്. മനസ്സിലാവാത്ത അത് മനസ്സിലാവാണ്ടല്ല, വികസനം ഉണ്ടാവണം. വികസനത്തിന്റെ പേരിൽ ഇത് ഇടിച്ചു പൊളിച്ചിട്ടിട്ട് അത് തിന്നല്ല വേണ്ടത്, വികസനം വരുത്തണം. ഇത് പണി തീർന്ന് കൈയെടുക്കണതിന് മുമ്പാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് മേത്തോട്ട് വീണത്. ആര് പറയും ഇതിന്റെ സമാധാനം? കേന്ദ്രത്തോട് ചോദിക്കും, എന്നോട് ചോദിച്ചിട്ട് എന്താ? അല്ല ഞാനൊന്ന് പറയട്ടാ, നല്ലതാണെങ്കിൽ ഏറ്റെടുക്കാൻ എല്ലാരും ഉണ്ടാവും, മോശമാണെങ്കിൽ മറ്റുള്ളവരോട് പെരട്ടിച്ച് കുറ്റപ്പെടുത്താൻ അത് പറയാവട്ടെ. അതാണ് ഇവരുടെ കുഴപ്പം. വർഷം എത്ര ഇത് സഹിക്കണം. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഒരു വികസനം കൊണ്ടുവരുമ്പോ ആര് ഇതുപോലത്തെ ആൾക്കാർ മുടക്കും. ഇപ്പൊ 4-5 കൊല്ലം നമ്മള് ബ്ലോക്കും തടസ്സവും ഒക്കെ സഹിച്ചിട്ട് ഒരു ഹൈവേക്ക് വേണ്ടി കാത്തിരുന്ന് അതിലൂടെ യാത്ര ചെയ്യണ സമയം നേരത്തെ അത് പൊളിഞ്ഞു വീണില്ലേ. ഇപ്പൊ ഞാൻ നികുതി കൊടുത്ത് മേടിച്ച എന്റെ കാറ്, ഞാൻ നികുതി കൊടുത്ത് പണിത എന്റെ റോട്ടിലൂടെ പോകുമ്പോ ഞാൻ നികുതി കൊടുത്ത റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് കാറുമ്മ വീണ ആ കാറ് നന്നാക്കാൻ ഞാൻ പിന്നെയും നികുതി കൊടുക്കണം. ആ രാജ്യത്താണ് നമ്മൾ ജീവിക്കണത്. നിനക്കൊക്കെ നേരം കിട്ടുമ്പോ ബക്കറ്റ് കൊടുത്ത് ഇറങ്ങിയാൽ മതി പിരിവിന്ന്, ഒരു ടാക്സും കൊടുക്കണ്ട. ചേട്ടാ ഈ പൊഴിഞ്ഞിക്കരയ്ക്ക് പോകുന്ന വഴി ഏതാ? പൊഴിഞ്ഞിക്കര ഇവിടുന്ന് സ്ട്രൈറ്റ് പോവാ. സ്ട്രൈറ്റ് പോയിട്ട് ഒരു 3 കിലോമീറ്റർ ചെല്ലുമ്പോ ഒരു T ഷേപ്പ് റോഡ് കാണാം. ആ T ഷേപ്പ് റൈറ്റ് എടുത്തോളി. റൈറ്റ് എടുത്തിട്ട് ഒരു 3 കിലോമീറ്റർ പോയെങ്കിൽ സർവീസ് റോഡ് കയറാം. സർവീസ് റോഡ് ഒരു 3 കിലോമീറ്റർ പോകുമ്പോഴേ നമ്മളെ ദേശീയപാതയിൽ കയറും. നിങ്ങള് ദേശീയപാതയിലോ? ദേശീയപാത പോവാതെ വേറെ വഴിയില്ലേ? വേറെ വഴിയില്ല. അയ്യോ, എന്നാ ഞാൻ തിരിച്ചു പോവാ. അതെ, ജീവിക്കാൻ കൊതിയുണ്ട് ചേട്ടാ. കണ്ട, ജീവനില് കൊതിയുള്ളവരാരും നമ്മുടെ ദേശീയപാതയിൽ കൂടി യാത്ര ചെയ്യൂല. അയാൾക്ക് ബുദ്ധിയുണ്ട്. ഈ ജാതി വികസനം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇരുന്ന് കഥ പറയണ. ഹലോ, സുമറ, ഞാൻ വരുന്നു. പോകും എനിക്കറിയാം. അത് അവന് കൊണ്ടിട്ടുണ്ടേ. എന്തെങ്കിലും ഒരു സാധനം ഇവിടെ കൊണ്ടുവരുമ്പോ അതിന് മൈ മുടക്കും. അത്ര പോരാ. അവര് കൊണ്ടുവരുമ്പോ നിങ്ങ മുടക്കൂല. പിന്നെ എന്റെ പോയടാ രണ്ടാളും കണക്കാ. അങ്ങാ പിടി ഇടാ പിടിയില്ല. അങ്ങനെ ഒരാളെ വന്നാ മൊത്തം കത്തിച്ചളിക്കാൻ. ഞാനേ സത്യന്റെ വീട്ടിലൊന്ന് കയറി. അണ്ട് കുട്ടുകൊണ്ട് മണ്ടു അടുക്കളയിലോട്ട് പോയി. സത്യം എന്തോ പുറത്ത് പോയി ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ തിരിച്ചു വരുമ്പോ അവിടെ കയറാം.
ഓക്കെ 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 ഒന്നുമില്ല കേക്കാം കേൾക്കടാ. ഇല്ല അപ്പൂപ്പൻ കഴിച്ചു. അപ്പൂപ്പൻ കഴിച്ചു. നല്ലതല്ലേ? എനിക്കിഷ്ടപ്പെട്ടില്ല. എന്ത്? അത് 1 മാസമായിട്ടേ ഇവിടെ ഇരിക്കണം. അപ്പൊ ഇപ്പൊ കഴിക്കുമ്പോ എന്തോ ചൊവ്വ. ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അല്ല തിന്ന്, ഇത് തീർന്നാലേ അച്ഛൻ വേറെ വാങ്ങിച്ചു തരും. കഴിച്ചപ്പോ വേണ്ട മോനെ, കുറച്ചുകൂടി നീ സത്യനെ പോലെ തന്നെ. നീ ഭയങ്കര ദാനശീലനാണ്. ഇത്തിരി തിന്നോ? വേണ്ട. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളി. നന്നായിട്ട് പോകുന്നു അല്ലേ? ഭയങ്കര അടിപൊളിയാ. ഡാ പോയി ഹോംവർക്ക് ചെയ്തടാ. പഠിക്കാൻ മോശം ചെറിയച്ചാ. അത് ശരി. പുറകെ ഇങ്ങനെ നടക്കണം. ചായ പിടിക്ക്. കഴിക്ക് ചെറിയച്ചാ. ഒരെണ്ണെടുത്ത് കഴിക്കേ. വേണ്ട 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 വേണ്ട. ഒരെണ്ണം കഴിച്ചു ഞാൻ. ഷുഗറിന്റെ മധുരമുണ്ട്, നല്ല മധുരം. അതെയാ? കുഴപ്പമില്ല, പിള്ളേരെ കഴിക്കട്ടെ. ഇവിടെ ഇച്ചിരി കടുപ്പ് കൂടി പോയി. ആണോ? വന്നല്ലോ. എവിടെയാണ് സത്യം ഇത്? അയ്യോ, എന്താ ചായ എന്താ കുടിച്ചില്ലേ? എടുക്ക് കേക്കൊക്കെ എടുക്ക്, നീ ഒരു കേക്ക് എടുക്ക. അയ്യോ എനിക്ക് വേണ്ട. മധുരം കഴിക്കലില്ല ഇപ്പൊ സത്യായിട്ട്. ഓ അതുകൊണ്ടാ. പിന്നെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? എന്തേ? ഓ ഒന്നും അറിയാത്ത പോലെ നിങ്ങളിത് കുടുംബക്കാരെല്ലാരും ദിവസവും കുടുംബ ഗ്രൂപ്പിലും അതിലും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് മീനുകുട്ടിയുടെ കാര്യത്തില്. ഇപ്പൊ ഏതാണ്ടൊക്കെ അത് തീരുമാനമായി. വലിയൊരു പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം നടത്തുന്നതിന്റെ കാര്യമാണേ. ഞാനിപ്പോ ഓഡിറ്റോറിയം നോക്കിയിരിക്കുന്നത് ആ ജനഗണ ഓഡിറ്റോറിയം ഉണ്ടല്ലോ. നല്ല വലിയ ഓഡിറ്റോറിയം ആണ് മോളെ. പക്ഷെ പ്രശ്നം ഈ സർവീസ് റോഡും ഈ മറ്റേ 6 വരി പാതയുടെ സൈഡിൽ കൂടെ അല്ലേ അവിടെ എത്താൻ പറ്റുള്ളൂ. ശരിയാ, അത് വേണ്ട. ആ ഇപ്പൊ അവിടെ വെച്ച് കല്യാണം നടത്തിയ ആള് കുറയും. ആരും വരില്ല, എല്ലാവരും വരില്ല, ആരും വരില്ല. ക്ഷണിച്ചവരൊറ്റ ആള് വരില്ല. പിന്നെ ഉള്ളത് ഇപ്പൊ നമ്മുടെ അമ്പലത്തിന്റെ ഓഡിറ്റോറിയം ആണ്. അല്ല ചെറിയച്ചൻ PWDയിൽ ഉണ്ടായിരുന്നപ്പോഴേ ഈ റോഡ് പണിയുമ്പോ ഇങ്ങനെ പൊളിഞ്ഞൊക്കെ വീഴുമായിരുന്നോ? വളരെ അപൂർവം. അതായത് ചെറിയ ചെറിയ റോഡുകളൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഇത് വലിയ വലിയ റോഡല്ലേ? എന്നാ പിന്നെ നീ വലിയച്ഛൻ്റെ അടുത്ത് നീ പോയിരുന്നു അല്ല? ഇത് വേണേ അങ്ങനെ പറയണേ. ഈ റോഡെല്ലാം നിർമ്മിക്കണം, അത് നിർമ്മാണം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായ ഒരു രീതിയിലാണ് നിർമ്മിക്കേണ്ടത്. അതിപ്പോൾ ചെറുതായാലും വലുതായാലും അങ്ങനെയാണ് മോളെ. ഈ 6 വരി പാത നിർമ്മാണം നടത്തണം എന്ന് പറഞ്ഞാൽ താഴെ സർവീസ് റോഡും ഉണ്ടാവും. അപ്പോൾ അത് മണ്ണിട്ട് പൊക്കിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൊണ്ട് ഇടുന്ന ഈ മണ്ണുണ്ടല്ലോ, അത് ഫില്ല് ചെയ്യുന്ന മണ്ണ്, അതിന്റെ ഗുണനിലവാരം പരിശോധിക്കണം. അതെ, അല്ല ഇവർക്കത് നോക്കിക്കൂടെ? ആരെങ്കിലും ഇവരോട് നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇത് കോൺട്രാക്ട് എനിക്ക് തന്നതാണ് വെക്ക്. ഈ ഒരു 6 വരി പാതയുടെ 100 രൂപയ്ക്ക്, ചെറിയ തുക വെച്ചോ, ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി 100 രൂപയ്ക്ക് എനിക്ക് തന്നു. ഞാനെന്ത് ചെയ്യും, ഇതുമാതിരി പല കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആളായിരിക്കുവേ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇതൊരു എനിക്കെന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ ഞാനിതൊരു 10, 60, 65 രൂപയ്ക്ക് ഇത് സത്യനെ പോലുള്ള ഒരു സബ് കോൺട്രാക്ടർക്ക് തരും. അപ്പം എനിക്ക് 10, 30, 35 രൂപ എനിക്ക് നൈസായിട്ട് വരും. അപ്പൊ ഇനി 65 രൂപ അല്ലെങ്കിൽ 60 രൂപയ്ക്ക് സബ് കോൺട്രാക്ടർ എടുക്കുന്ന സത്യൻ എന്തെങ്കിലും കിട്ടണ്ടേ? അപ്പൊ സത്യൻ എന്ത് ചെയ്യും, ഒരു 10, 40 രൂപയ്ക്ക് പണി തീർക്കാൻ നോക്കും. മനസ്സിലായില്ലേ? അപ്പോ 100-ന്റെയോ 65-ന്റെയോ നിർമ്മാണം അവിടെ നടക്കുന്നില്ല, 45-ന്റെ നിർമ്മാണം അവിടെ നടക്കുന്നുള്ളൂ. അപ്പൊ ഈ 10, 15 രൂപ സത്യന് കിട്ടണമല്ലോ. പോരാഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നവർക്കൊക്കെ ഇതിൽ നിന്നെല്ലാം കൊടുക്കണ്ടേ? പറഞ്ഞു വരുമ്പോ റോഡ് പണിക്ക് പൈസ ഉണ്ടാവൂല. അതെ, പിന്നെന്താ, ഒരു 10 ദിവസം കൊണ്ട് തീർക്കേണ്ട പണി ഒരു 6 ദിവസം 7 ദിവസം കൊണ്ട് തീർക്കാൻ നോക്കും. പരമാവധി ലാഭം അതിന് ഇങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് അതിൽ നിന്ന് എന്തെടുക്കാൻ പറ്റും അത് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അല്ല ചെറിയച്ച, ഇതിപ്പോ അവര് ഏതാണ്ട് പുതുക്കി പണിയെന്നൊക്കെ പറയണ്ടല്ലോ, അപ്പൊ അതൊന്നും നടക്കില്ലേ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുത്തെ റോഡുകൾ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി കയ്യിൽ നിന്ന് കാശിറക്കി നിർമ്മാണം നടത്താൻ കഴിവുള്ളവന് കോൺട്രാക്ട് കൊടുക്കുക. അല്ലാതെ ഈ സബ് കോൺട്രാക്ട് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതന്നെ എടുത്ത് മാറ്റുക. അതാണ് വേണ്ടത്. അത് മാറ്റിയാലേ നടക്കുള്ളൂ. ഇതിപ്പോ എന്താ ഇവിടെ നടക്കണേ? സർക്കാരിന്റെ കാശ് കട്ട് തിന്നാൻ സർക്കാർ കൂട്ടു നിൽക്കുന്ന ഒരു പരിപാടി പോലെ. ഏയ് ഇപ്പൊ ഈ ഹൈവേയുടെ പൊളിഞ്ഞ ഭാഗം ഉടനെ പണി തുടങ്ങും എന്ന് പറഞ്ഞു. അത് പണി തീരും, ഒരു 6 മാസത്തിനുള്ളിൽ തീരുവാണെങ്കിൽ കല്യാണം നമുക്ക് അവിടെ വെച്ച് തന്നെ നടത്താം. കാരണം നമുക്ക് ഇനി 8 മാസമോളം ഉണ്ടല്ലോ. അപ്പൊ അതൊന്ന് അന്വേഷിക്കാനേ ഞാൻ ആ അതോറിറ്റി ഓഫീസിലൊന്ന് പോകണുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞതിന്റെ ഒക്കെ ഭാഗമായിട്ട് ആളുകൾ ആകെ പ്രശ്നത്തിലാണ്. അപ്പൊ ഇവിടെ ഒരു കമ്മിറ്റിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ 1-2 പ്രതിനിധികളുണ്ട്, അവരെയും കൂടി ഒന്ന് വിളിച്ചാലോ? അതെ അതാ നല്ലത്. കേക്ക് കഴിച്ചോ? സാരല്ല, ഒരു ദിവസം കഴിച്ചു. ഷുഗർ പിന്നെ ഓർത്ത് നല്ലതാണ്. ഞാൻ പോണ വഴിക്ക് ഇത് കഴിച്ചു ഇറങ്ങാണോ? ഇറങ്ങി എനിക്ക് 1-2 കഴിച്ചിട്ട് പോ. ഇല്ല, ജലജയുടെ വീട്ടിൽ കയറണം, സുമയുടെ വീട്ടിൽ കയറണം.